പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ വീണ്ടും അശാന്തമായ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതാണ് ഇന്നിപ്പോൾ പറയാനുള്ളത്. 2026 ജൂൺ 10 രാവിലെ പറയാനുള്ളത്. കുവൈറ്റിന് നേരെയും ബഹ്റൈന് നേരെയും ജോർദാന് നേരെയും ഒക്കെ വലിയ രീതിയിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന് മുകളിലായി അമേരിക്കയുടെ ഒരു ആധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട് ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക അതിശക്തമായിട്ടുള്ള ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിന് തിരിച്ചടിയാണ് മേഖലാ രാജ്യങ്ങളിലേക്ക് അതിശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ബഹ്റൈനിൽ US-ന്റെ 5ാം കപ്പൽപ്പടയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി IRGC തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റൈനിൽ സൈറണുകളും കാര്യങ്ങളും ഒക്കെ മുഴങ്ങിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഒരു UAE സമയം 3:30 ഇതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായത്. ജനങ്ങളോട് സുരക്ഷിതരായിരിക്കാനും ശാന്തരായിരിക്കാനും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്തിരുന്നു. മനാമയിലാണ് 5ാം ഫ്ലീറ്റിന്റെ താവളം ഉള്ളത്. അതിനു നേരെ ജാഹിദ് 136 വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ ലക്ഷ്യമിട്ടതായാണ് IRGCയുടെ പ്രസ്താവന തന്നെ പറയുന്നത്. മറ്റൊന്ന് കുവൈറ്റിന് നേരെയുള്ള ആക്രമണങ്ങളാണ്. കുവൈറ്റിലും ഇതേ സമയത്ത് തന്നെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. തങ്ങളുടെ സൈന്യം ശത്രുതാപരമായിട്ടുള്ള ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുന്നതായും കുവൈറ്റ് സൈന്യത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ജോർഡാന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാനിൽ നിന്ന് 5ഓളം മിസൈലുകളാണ് ബുധനാഴ്ച തങ്ങൾ വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ആളപായമില്ല, ഭൗതിക നാശനഷ്ടങ്ങളൊന്നുമില്ല എന്ന് ജോർഡാൻ പറയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിനടുത്ത് ഒമാൻ തീരത്തിനൊക്കെ സമീപമായിട്ടാണ് US അപ്പാച്ചെ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് അത് വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക തന്നെ നേരിട്ട് ഇറാനെതിരെ പല മേഖലകളിലും പ്രത്യാക്രമണങ്ങൾ നടത്തി. പ്രതിരോധ ആക്രമണം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ആക്രമണം ഇതോടുകൂടി നിർത്തിവെക്കുന്നതായി US സേനയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കുന്നത് ഒരാക്രമണവും മറുപടി ഇല്ലാതെ വിടില്ല എന്ന തരത്തിലാണ്. അതിശക്തമായിട്ടുള്ള തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി പറയുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും അസമാധാനത്തിന്റെ വക്കിലേക്ക് പോകുന്നു, അശാന്തിയുടെ വക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോ 2026 ജൂൺ 10 രാവിലെ നമുക്ക് നൽകാനുള്ള അപ്ഡേറ്റ്. പശ്ചിമേഷ്യയിൽ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ആഗോള വ്യോമയാന മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ പറയുന്നത്. ഇപ്പോൾ യൂറോപ്പിലുള്ളവരാണെങ്കിലും അമേരിക്ക അടക്കമുള്ള മേഖലകളിലുള്ളവരാണെങ്കിലും മലയാളികൾ അടക്കമുള്ളവർ പ്രധാന യാത്രാ ഹബായിട്ട് ഗൾഫ് മേഖലയുടെ കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്നവർക്കും ഇവിടെ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും തിരിച്ച് യാത്ര ചെയ്യുന്നവർക്കും ഒക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിധത്തിൽ വിമാന സർവീസുകളുടെ എണ്ണം കുറയ്ക്കുന്നു, ഇന്ധനവില വർദ്ധിക്കുന്നു, വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുന്നയൊക്കെ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എമിറേറ്റ്സും ഖത്തർ എയർവേസും എത്തിഹാദ് തുടങ്ങിയ വലിയ വിമാന കമ്പനികൾ ഈ സർവീസുകളുമായി ബന്ധപ്പെട്ട റൂട്ട് മാറ്റങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഈ വർഷം തന്നെ ആഗോള വിമാന കമ്പനികളുടെ ലാഭത്തിൽ പകുതിയോളം ഇടിവുണ്ടാകുമെന്ന് അയാട്ടയുടെ ഒരു പുതിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഈ വർഷം $4100 കോടി ലാഭമുണ്ടാകുമെന്നാണ് നേരത്തെ അയാട്ട ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തന്നിരുന്നെങ്കിൽ ഇപ്പോൾ അയാട്ട പറയുന്നത് നിലവിലെ പ്രതിസന്ധികൾ കാരണം ഈ ലാഭം എന്നുള്ളത് 2300 കോടിയായി ചുരുങ്ങും എന്നുള്ളതാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന പാതകൾ കൂട്ടത്തോടെ അടച്ചതും സർവീസുകൾ തടസ്സപ്പെട്ടതും ഗൾഫ് മേഖലയിലെ വിമാന കമ്പനികൾക്ക് പ്രത്യാഘാതമുണ്ടാക്കും. വിമാന ഇന്ധന വിലയിലുണ്ടായ 70% വർധനവ് ഈ കമ്പനികളുടെ ലാഭവിഹിതം ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണമാണെന്നും അയാട്ടയുടെ ഈ കണക്കുകൾ പറയുന്നുണ്ട്. അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിൽ ഒരു തരത്തിലുള്ള കുറവുണ്ടാകില്ല. ഈ വർഷം തന്നെ യാത്രക്കാരുടെ എണ്ണം 510 കോടിയിലധികമാകും എന്നാണ് അയാട്ട നൽകുന്ന കണക്കുകൾ. ഇതിനിടെ എമിറേറ്റ്സിന്റെ ചെയർമാൻ ടിം ക്ലർക്ക് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോ ചില പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് തങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ദുബായ് വഴി ഇന്ത്യ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് എമിറേറ്റ്സ് സർവീസ് തുടരുന്നുണ്ട്. ഇന്ധനമടക്കം കരുതൽ ശേഖരം വെച്ചുകൊണ്ടാണ് എമിറേറ്റ്സ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് എന്നും ടിം ക്ലർക്ക് വ്യക്തമാക്കുന്നു. പ്രതിസന്ധികളൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ അതിജീവിക്കുവാനുള്ള വഴികളാണ് തങ്ങൾ എപ്പോഴും തേടുന്നതെന്നും ടിം ക്ലർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്.